നിത്യനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് വിളിച്ചു പറയുവാൻ വേറെ ആരുമില്ല. എനിക്ക് രാജാവ്, അല്ലെങ്കിൽ സൈന്യം, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇവരാരും എനിക്ക് അനുകൂലമല്ല. ഇവരെല്ലാം എന്നെ കൊല്ലാൻ അന്വേഷിക്കുകയാണ്. 4 ദിക്കുകളിലും തിരിഞ്ഞു നോക്കിയാൽ എനിക്കാരും എന്റെ വിവരങ്ങളെ പറയുവാൻ എനിക്കാരുമില്ല. പക്ഷേ എനിക്കൊരുവനുണ്ട്. അതാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, കിഴക്ക് നിന്നല്ല, തെക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല രക്ഷ വരുന്നത്. ആമേൻ. വടക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും ഉയരത്തെ കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ എനിക്ക് രക്ഷ വരുന്നത് ഉയരത്തിൽ നിന്നാണ്. ലോകത്തിൽ ആരെയും നോക്കിയാൽ എനിക്ക് ആരോടും പറയാനില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും എന്റെ വിവരം പറയുവാൻ എനിക്കാരുമില്ല, എന്റെ വിവരം കേൾക്കുവാൻ എനിക്കാരുമില്ല. ഞാൻ എൻ്റെ ആവശ്യത്തെ ആരോട് പറയും? എൻ്റെ പ്രശ്നത്തെ ആരോട് പറയും? എനിക്കാരുമില്ല, എനിക്കാരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് വേദനപ്പെടുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദാവീദിനെ പോലെ ഒരു അനുഭവം ഉണ്ടായിരിക്കുകയാണ്. നിങ്ങൾ വിളിച്ചു പറയണം, ഞാൻ ആമേൻ യഹോവയെ വിളിച്ചപേക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൻ നമ്മുടെ അപേക്ഷ കേട്ടില്ലെങ്കിലും, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ നമ്മുടെ അപേക്ഷ കേട്ടില്ലെങ്കിലും, ചിലപ്പോൾ നമുക്ക് വേണ്ടി ആമേൻ നീതി നടത്തേണ്ട നീതിന്യായ കോടതി പോലും നമ്മുടെ യാഥാർത്ഥ്യം അറിഞ്ഞില്ലെങ്കിലും, നമ്മുടെ വാക്ക് കേട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന പോലീസുകാർ പോലും നമ്മുടെ വാക്ക് കേട്ടില്ലെങ്കിലും, നമ്മുടെ വാക്ക് കേൾക്കുവാൻ ഒരുവനുണ്ട്. അത് ഉയരത്തിലിരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളും ഇതുപോലുള്ള ഒറ്റപ്പെടലുകളും ഇതുപോലുള്ള വെല്ലുവിളികളും വരുമ്പോൾ നിങ്ങൾ ആരും പേടിക്കരുത്. മനുഷ്യനെക്കാളും വലിയവൻ, ലോകശക്തിയെക്കാളും വലിയ ശക്തിയുള്ളവൻ, സാത്താനേക്കാളും വലിയവൻ, ആമേൻ, സർവ സൈന്യങ്ങളെക്കാളും വലിയവൻ, നമ്മുടെ വിളി കേൾക്കുന്ന ഒരുവൻ ഉണ്ട്. അതാണ് നമ്മുടെ ദൈവം.